സിനിമ അച്ഛൻ സിനിമ ഇറങ്ങിയ ശേഷം തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളൊരു ഇൻഹൗസ് റിവ്യൂ കണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് വളരെ പ്രസന്റബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്, ധൈര്യമായിട്ട് കാണിക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ വിജയപരാജയങ്ങളെ കുറിച്ചോ അതിൻ്റെ മേന്മകളെ കുറിച്ചോ കുറവുകളെ കുറിച്ചോ കൂടുതൽ ഡിസ്കഷനിലോട്ട് പോയിട്ടില്ല. പക്ഷെ ധൈര്യമായിട്ട് പ്രസന്റ് ചെയ്യാം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ആ ഒരു കോൺവെർസേഷന്റെ ഒരു ചുരുക്കം. അതായിരുന്നു അഭിനയിക്കുന്ന സിനിമയിലാണ് അച്ഛൻ്റെ കൂടെ ഇരുന്ന സ്ക്രീനിൽ ഇരിക്കുന്ന കാണാറുണ്ട്. അച്ഛൻ നിന്നും പഠിച്ച ഒരു പാഠം ഈ സിനിമയ്ക്ക് എത്രമാത്രം ഉപകാരമായി? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഞാൻ അച്ഛൻ്റെ സിനിമകളിൽ മാത്രമേ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു പക്ഷെ അച്ഛൻ്റെ കൂടെ നിന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഞാൻ കരുതുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എനിക്ക് സെറ്റ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ സെറ്റിൽ ഇത്രയും ആൾക്കാർ നിൽക്കുക, നമുക്ക് ഇമീഡിയറ്റ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത് ഒരു അത്ര വലിയ ടെൻഷനുള്ള കാര്യമായിട്ട് തോന്നിയത്. എനിക്ക് അപ്പോഴും നേരത്തെ ഒരു ചോദ്യം വന്നു, അച്ഛൻ്റെ ആ ഒരു ലെഗസി ഉള്ളത് കാരണം ആ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ സിനിമ എനിക്ക് കിട്ടിയപ്പോൾ തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ വരെ എൻ്റെ മനസ്സിൽ എനിക്കൊരു ടെൻഷനേ ഉള്ളൂ. അത് ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടറാണെങ്കിലും സംവിധാനം ചെയ്യുന്ന സിനിമയാണെങ്കിലും അത് കാണുന്ന പ്രേക്ഷകർ രസിക്കുക, ഒരു വല്ലാത്ത ഒരു ഭയങ്കര പരിപാടിയാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് എപ്പോഴും അങ്ങനെ അധികാരമായിട്ട് പഠിക്കാനൊന്നും പറ്റില്ല. ആ ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പൊ നമ്മൾ 2 ഷോ കഴിഞ്ഞിട്ടുള്ളൂ, കുഴപ്പമില്ലാത്ത അഭിപ്രായം പറയുന്നുണ്ട്. ഇന്ന് രാത്രി എങ്ങനെയായിരിക്കും അത് ട്രാൻസ്ഫോം ചെയ്യാൻ, നാളെ എങ്ങനെയാണ്, അതാണ് എനിക്ക് എപ്പോഴും ടെൻഷൻ. ആ ടെൻഷൻ അപ്പുറത്തേക്ക് ഒരു ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ എനിക്ക് ഷൂട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ധൈര്യം ഞാൻ അച്ഛൻ്റെ സെറ്റുകളിൽ പോയെന്ന് എനിക്ക് കിട്ടിയ ഗുണമാണെന്നാണ് ഞാൻ. അച്ഛന്റെ സിനിമ കഴിയുമ്പോൾ അച്ഛനും മോനും എഴുതാണ് സിനിമ ഓരോ ഷോയിൽ ചർച്ച ചെയ്യാറ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയായിരിക്കും ഇന്ന് രാത്രി അച്ഛനും മോനുമായിട്ടുള്ള ചർച്ച. സിനിമയെ കുറിച്ചിട്ട് അധികം ചർച്ച ചെയ്തിട്ടില്ല. സിനിമ അതിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് അത്രയും ചർച്ചയുണ്ട്. വളരെ നല്ല ബന്ധമാണ്. ഞാൻ എന്റെ പഠനം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. അച്ഛൻ്റെ വിലക്കുന്നതിന് മുന്നേ കൂടെയുണ്ട്. അപ്പോൾ വളരെ നല്ല ബന്ധമാണ്. ഞാനെല്ലാം ചർച്ച ചെയ്യാറുണ്ട്, അച്ഛൻ്റെ സിനിമകളാണെങ്കിലും എൻ്റെ സിനിമകളാണെങ്കിലും. അപ്പോൾ ആ ചർച്ചകൾ നിരന്തരം, അത് സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും സംഭവിക്കുന്ന ചർച്ച. മലയാള സിനിമയിൽ നല്ല നല്ല റൈറ്റേഴ്സിന്റെ കുറവുകൾ കൊണ്ടുവരണം. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന റൈറ്റേഴ്സിൽ ഒരാളെന്ന് താങ്കളുടെ പേരാണ്. അഭിലക്ഷ്മിയാണ്. എന്നാൽ പിന്നെ സിനിമ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അപ്പോൾ പ്രതീക്ഷിച്ച് നമുക്ക് പോകാം എന്നൊരു ബ്രാൻഡ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ആ ബ്രാൻഡ് നിലനിർത്താൻ കഷ്ടപ്പെടുന്നുണ്ട്? ഓരോ സിനിമ കഴിയുമ്പോൾ മാളികപ്പുറം കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത്, മാളികപ്പുറം വിശ്വസിച്ച ഓഡിയൻസ് അടുത്ത സിനിമ കാണാൻ വരുമ്പോൾ അവരെ ഡിസപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനുവേണ്ടിയാണ് ഇപ്പം ഓരോ സിനിമകളും തമ്മിലുള്ള ടൈം ഡ്യൂറേഷൻ എടുക്കുന്നത്. കാരണം ഒന്ന് കറക്റ്റായിട്ട് സ്ക്രിപ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ആഗ്രഹമാണ് അങ്ങനെ നിലനിർത്തുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ റൈറ്റേഴ്സിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച റൈറ്റേഴ്സ് ഉള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയിലാണ്. എത്രയോ പ്രഗത്ഭരായ ആളുകൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച റൈറ്റേഴ്സ് ഒരു പക്ഷെ നമ്മുടെ ആയിരിക്കും. അപ്പം ഒരാള് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത് നിലനിർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചലഞ്ച്. ഓരോ സിനിമ ഇപ്പൊ അടുത്ത സിനിമ ഈ വരുന്ന 30 ഷൂട്ട് തുടങ്ങാൻ പോവാണ്, സുമതിയോളം മാളികപ്പുറം ടീമിന്റെ. അപ്പം അടുത്ത ടെൻഷൻ അതാണ്. അപ്പൊ ഇനി ഇതിന്റെ കിട്ടിയ പേരിന്റെ മുകളിലേക്ക് ഇനി അത് കൊണ്ടുപോകണം എന്നൊരു സംഭവം ടെൻഷനാണ്. അപ്പൊ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നായിരിക്കും.